നാം എന്താണ് ഈ കാണുന്നത്? സത്യത്തിലേ നമ്മൾ ബിഗ് ബോസ് കണ്ടിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് അക്ബറിനെ തന്നെയായിരുന്നു. അക്ബർ ലാസ്റ്റ് പോർഷനിൽ, അതായത് റീ എൻട്രി നടന്നതിന് ശേഷം പിന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം മുതലേ എതിർത്തിരുന്നത് അനുമോളെ തന്നെയായിരുന്നു, ഇപ്പോഴും ഞാൻ അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, വീഡിയോ കാണണ്ടേ, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്തോ ഒന്നിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വരുന്ന വരവാ എല്ലെണ്ണവും കൂടെ. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ അവളുടെ ഒരു ഡ്രസ്സിനെ ഒന്ന് കെയർ ചെയ്യുന്ന ഒരു ഇതിനകത്ത് കുറേ പേരുടെ കമൻസ് ഉണ്ട് കേട്ടോ. കമൻറ്റിൻ്റെ പേരുമഴയാണ്. അതായത് ഇത്ര നല്ലവനായിരുന്നോ, ഇത്ര നല്ല കുട്ടിയായിരുന്നോ, ചന്തമുള്ള കുട്ടിയായിരുന്നോ, അയ്യോ പാവമായിരുന്നു. അനുമോളല്ല കേട്ടോ, അക്ബറിനെയാ എല്ലാവർക്കും അതിശയം. അക്ബർ ഇങ്ങനെ കരുതുന്നുണ്ടോ എന്നുള്ളത്. സത്യത്തിൽ എന്താണെന്നറിയാമോ, ചിലപ്പോൾ അതിനകത്തൊരു പ്രഷറിനകത്ത് പെട്ടുപോകുമ്പോൾ പറയുന്നതായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റാതെ അബദ്ധം പറ്റി പറയണതോ ഒക്കെ ആയിരിക്കാം, സാധ്യതകളേറെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം പറയട്ടെ, A to Z ഈ വെരി ബിഗിനിങ് തൊട്ട് തന്നെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അനുമോളെ ആക്രമിച്ചത് ഈ അക്ബർ മാത്രമേ ഉള്ളൂ. ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ അക്ബറിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അക്ബർ ഭയങ്കര ഡീസൻ്റ് ആയിപ്പോയി, ഇനി നമുക്ക് ഇവൻ്റെ പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ. എത്ര പ്രാവശ്യം നിങ്ങൾ എത്രമാത്രം മോശപ്പെട്ട രീതിയിൽ അനുമോളെ ഇയാൾ അവഹേളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് പേഴ്സണലി പറയണേ, എനിക്ക് അനുമോൾ എന്തെങ്കിലും തന്നോന്നോ അല്ലെങ്കിൽ അനുമോൾ ഇതാണെന്നോ ഒന്നുമല്ല, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് സപ്പോർട്ട് പറഞ്ഞു. അതിനകത്ത് നടന്ന സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. പുറത്തുള്ള അവരുടെ ക്യാരക്ടറിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതില്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അതിനകത്ത് ആ ഒരു പ്രഷറിൽ ആ പെൺകുട്ടി തനിച്ചായിരുന്നു, അവൾക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നി, നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പുറത്ത് വന്നിട്ട് പിന്നെ ഉള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് അതിനകത്ത് അഭിപ്രായങ്ങളില്ല, അതൊക്കെ മറിച്ച അഭിപ്രായങ്ങളാണുള്ളത്. എനിവേ, അക്ബർ എന്ന വ്യക്തിയെ ഞാൻ ഒരുപാട് പ്രാവശ്യം, അതായത് ഈ ഒരു ബിഗ് ബോസിലെ മുഴുനീള എപ്പിസോഡുകളിൽ ഓരോന്നും, അതായത് ഇപ്പം ലൈവിലായിരുന്നാൽ പോലും പലപ്പോഴും വളരെ പുച്ഛവും അറപ്പും വെറുപ്പും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇത്രയധികം സ്ത്രീ വിരുദ്ധത ഇയാളുടെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ്. ഒരു പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പേരൻസ് അത് കൃത്യമായി മനസ്സിലാക്കിച്ച് കൊടുക്കാത്തത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, ഈ പയ്യൻ അതിനകത്ത് ചെയ്തത് മുഴുക്ക ദ്രോഹങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു സമൂഹത്തിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ പ്രതിനിധീകരിക്കുന്ന സമൂഹം കൂടി അതിനെ അവഹേളിക്കപ്പെടും, നമ്മളുടെ വീട്ടുകാർ അവഹേളിക്കപ്പെടും. നമ്മളുടെ സ്വഭാവം എന്താണോ അതിൽ കൂടെ നമ്മളുടെ കുടുംബത്തെയും കൂടിയാണ് നമ്മൾ റിവീൽ ചെയ്യുക. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ആയിരിക്കുമോ, ഈ രീതിയിലാണോ എന്നുള്ളത്. അതിനുശേഷം ആ പെൺകുട്ടി, അതായത് ഇയാളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഇയാളുടെ വൈഫിനെ പോലും ഇയാൾ ഭയങ്കരമായിട്ട് പബ്ലിക്കിലൊക്കെ ഇൻസൾട്ട് ചെയ്യണയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത് ചിലപ്പോൾ അയാൾക്കത് അറിയത്തില്ലായിരിക്കാം, പറഞ്ഞു കൊടുക്കണമായിരിക്കാം. ഇപ്പോൾ അയാൾ ചേഞ്ച് ആയിട്ടുണ്ടാകാം ഇങ്ങനെ അവളെ കെയർ ചെയ്യണത്. ഇത് സത്യത്തിൽ ഇതും ഒരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തെന്നറിയാമോ, ഇയാൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് അനുമോളെയാണ്. ഇപ്പോൾ പൊതുസമൂഹം അവൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവൾക്കാണ് കൂടുതൽ അക്സെപ്റ്റൻസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാണിക്കുന്ന ഒരു പ്രഹസനം മാത്രമാണ്. ക്യാമറ ഓഫ് ആകുമ്പോൾ ഇയാൾ പച്ച അവരാളം പറയുന്നുണ്ടാവും ആ പെങ്കുച്ചിനെ പറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇവരും ഒക്കെ ആയിട്ട് വീണ്ടും സിങ്ക് ആവാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് അവൾക്കുണ്ട്, ആ മാനസിക നിലവാരം അവൾക്കുണ്ട്. കാരണം അവൾ ആകെ ഒറ്റപ്പെട്ടിരുന്നു, ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ നന്നായി ആക്രമിച്ചിരുന്നു. എന്ത് ചെയ്താലും അതൊക്കെ കാടാണെന്ന് പറയുക, അവൾ കരഞ്ഞാൽ അത് പ്രശ്നം, അക്ബർ ഉൾപ്പെടെ ബാക്കിയുള്ളവർ കരഞ്ഞാൽ അത് ഭയങ്കര എന്തൊക്കെയോ പ്രോബ്ലംസ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. മാത്രമല്ല പലരും പറഞ്ഞൊരു കാര്യമാണ്, അനുമോളുടെ PRs ഭയങ്കര ഡേഞ്ചറാണ്, അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ഭയങ്കരമായിട്ട് മോശം പറയുമെന്നൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ വൾഗർ കമൻറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അക്ബറിൻ്റെ PRകളിൽ നിന്നാണ്. അക്ബറിന് PR ഉണ്ടായിരുന്നു, അക്ബർ PR ഉണ്ട് എന്നുള്ളത് തെളിവായി പുറത്തു വന്ന കാര്യമാണ്. പക്ഷെ ഇന്നവരെ അക്ബറിനെ അത് പറഞ്ഞ ആരും അവഹേളിക്കുന്നതോ മോശം പറയുന്നതോ, എന്തിനേറെ ഈ ബിഗ് ബോസ് സംഘടിപ്പിച്ചിരുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ പോലും അക്ബറിനോട് അത് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് അക്ബറിനുണ്ടായിരുന്നു. ഒരു രീതിയിലും ഒരു ഗെയിമും കളിക്കാതെ ഒരു അക്സെപ്റ്റൻസും ഇല്ലാതെ പുള്ളിക്കാരൻ അവിടെ 100 ദിവസം നിന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞിട്ടാണ്, ഞാൻ ഇത്രയും മനം നിറഞ്ഞ് കൈയടിച്ചിട്ടില്ല. ഞാൻ മുൻപ് ഇങ്ങനെ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഈ വയ്യാത്ത കുട്ടികളുണ്ടല്ലോ, ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ഒരു ഗാനമേള കാണാനിടയായി. അന്ന് മനസ്സ് നിറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അത്രയും മനസ്സ് സന്തോഷത്തോടുകൂടി കൈതട്ടിയത് ഇവനെ ഔട്ടാക്കി എന്ന് കേട്ടപ്പോഴാണ്. കാരണം നമ്മൾ എത്രയോ പ്രാവശ്യം ഈ വൃത്തികെട്ടവൻ അവിടെ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഇപ്പം അനുമോള് മാത്രമൊന്നുമില്ല, അനുമോളെ അയാൾ കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല,
ഇയാൾ മുഴുക്ക അതിനകത്ത് കാണിച്ച സ്ത്രീ വിരുദ്ധത എന്ന് മാത്രമല്ല, എല്ലാവരോടും പുച്ഛം, വെറുപ്പ്, അറപ്പ്, ഒരു ഗ്യാങ് ഉണ്ടാക്കുക, ആ ഗ്യാങ്ങിൽ പെട്ടവരെല്ലാം തന്നെ ആപ്റ്റായിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് റോങ് ആയ കാര്യങ്ങൾ പറയിക്കുക, ചെയ്യിക്കുക, പുറത്താക്കുക, ഇതൊക്കെ ചെയ്തത് ഇയാളാണ്. ആര്യൻ്റെ വിഷയം ഞാൻ പറയാം. ആര്യൻ മുമ്പ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ആര്യൻ കൃത്യമായി പറയുന്നുണ്ട്, അതിനകത്ത് ആർക്കും ഒരാൾക്ക് ഫേവർ ഉണ്ടായിരുന്നു, അവർ 100 ദിവസം വരെ നിന്നിട്ടുണ്ടായിരുന്നു എന്ന് ആര്യൻ പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇടയ്ക്ക്. ജിസേലും ആര്യനും കൂടെയുള്ള ഇൻ്റർവ്യൂവിനകത്താണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമാണ്. അത് വേറെ ആരുമില്ല, അക്ബർ തന്നെയാണ്. അക്ബറിന് അവിടെ ആരോ പരിചയക്കാരുണ്ടായിരുന്നു, അക്ബറിന് നല്ല ഗൈഡ് ലൈൻ കിട്ടുന്നുണ്ടായിരുന്നു, അതനുസരിച്ചിട്ട് തന്നെയാണ് അക്ബർ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും പ്രോബ്ലംസിൻ്റെ ഒക്കെ മൂലാധാരമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ തന്നെയാണ്. അക്ബർ അതൊക്കെ തിരുത്തുക മാത്രമല്ല, ഉമ്മായും കൊണ്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവൻ്റെ ഉമ്മായും കൊണ്ടുവന്നിരുന്നൊരുക്കുക ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത്. അവൻ്റെ ഉമ്മ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നോ, അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നത് ക്ലിയർ ആയിട്ട് പറയണം. അല്ലെങ്കിൽ ആ മതസമൂഹത്തിലുള്ളവരെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പുറത്തേക്ക് വരുന്നത്. ആദില നൂറ എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മാതാപിതാക്കളെ മോശം പറയുന്ന ഒരൊറ്റ ടൈമാണ് എനിക്ക് അവരോടുള്ള ദേഷ്യം. അല്ലാത്ത പക്ഷം അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അവരെ സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുനിർത്തുകയൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ അവരെ മാതാപിതാക്കൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന വളരെ മ്ലേച്ഛമായൊരു നടപടി, ആരിഫ് ഹുസൈൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് അവർ വളർന്നു വന്ന മതസമൂഹത്തിനെ അവഹേളിക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. ബിക്കോസ് ഞാൻ ആ മനസ്സിൽ ജനിച്ചു വളർന്ന പെണ്ണായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയമേ എനിക്ക് അവരോടുള്ളൂ. പക്ഷേ അവരേറ്റവും കൂടുതൽ വേദനിച്ച ഒരു സമയം എന്ന് പറയുന്നത് മാതാപിതാക്കൾ വരാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ 2 പേരായിരുന്നു. അവരെ കുത്തി നോവിക്കാൻ ഇയാൾ കാണിച്ചൊരു മാനസിക ഇതുണ്ടല്ലോ, അത് ഭയങ്കര വൾഗറായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അനുമോളെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ എത്രയും വലിയ ശത്രുക്കളാണെന്ന് തന്നെ വെക്കട്ടെ, നമ്മളോടൊരു മാപ്പ് പറയാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ടുകൊണ്ടെങ്കിലും നിൽക്കും. അറ്റ്ലീസ്റ്റ് നമ്മളതൊന്ന് കേൾക്കുക എന്നുള്ളതൊരു ധാർമ്മികതയാണ്. അതിന് പോലും തയ്യാറാകാതെ എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് ഒന്നും കേൾക്കാനില്ല, നീ പുറത്ത് PR വെച്ച് എൻ്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയവൾ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി. അതായത് ആ പെൺകുട്ടി ആയതുകൊണ്ടാണ്. സത്യത്തെ അവിടെ തൂങ്ങിച്ചാവാനങ്ങനെ വല്ല സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ അതിനകത്ത് ആത്മഹത്യ ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് വലിയ ബുള്ളിയിങ് ആണ് ഈ ബുള്ളിയിങ് ഗ്യാങ് അവൾക്ക് കൊടുത്തത്. അപ്പം അയാൾ പറയുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കി വെച്ചു, അതിനോടുള്ള ആ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് മുമ്പ് പോയവർ പലർക്കും നഷ്ടപ്പെട്ടത് ജീവിതങ്ങളാണ്. അതിൻ്റെ കാരണം അതിനകത്ത് പോയിട്ട് അവർ ചെയ്യുന്ന പെർഫോമൻസ് ആണ്. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മളായി നിലനിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരത്തില്ല. ഇനി ജാക്കി വെച്ചെന്ന് പറഞ്ഞാൽ KP വെച്ചെന്ന് പറഞ്ഞാൽ എന്ത് വെച്ചെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മളായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ വേറെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു പടി കൂടെ പോയിട്ട് എൻ്റെ ലൈഫ് വേസ്റ്റ് ആകും, എൻ്റെ ലൈഫ് പ്രശ്നം, അങ്ങനെയുള്ളവർ ജാക്കി ഫോമിൽ പോയി അവൾ പുറകിൽ നിൽക്കാൻ പാടില്ലായിരുന്നു. ഇതിന് ശേഷവും അനുമോൾ വന്ന് കുറേയധികം ഫംഗ്ഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഷിയാസിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ഫംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഷിയാസ് ബാക്കിൽ നിൽക്കുകയാണ്. ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് അനുമോളെ പറ്റി മോശം പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് അതൊന്നും കുഴപ്പമില്ല, അനുമോൾക്ക് ഇത് മാത്രം കൊണ്ട് കുഴപ്പം. അതായത് അക്ബറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അനുമോളെ വീണ്ടും ഇങ്ങനെ ഇട്ട് ചവിട്ടി തേക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയുടെ മുമ്പിൽ വന്ന് മനസ്സ് തുറക്കണം. പ്രിവിലേജ്ഡ് അല്ല എന്ന് പറയരുത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ആ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർ പുറത്തേക്ക് പോയി മൊബൈൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്കൊക്കെ ഇൻ്റർവ്യൂ തന്നിട്ടുള്ളത്. പക്ഷേ ഇയാൾക്ക് മാത്രം പുറത്ത് പോയതിന് ശേഷമാണ് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്, അത്രത്തോളം പ്രിവിലേജ്ഡ് ആയിരുന്നു ഈ വ്യക്തി. ഇനിയിപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം, ബട്ട് സ്റ്റിൽ കാണുന്ന നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, തീർച്ചയായിട്ടും പുള്ളിക്ക് അതിന് അകത്ത് അത്രത്തോളം സപ്പോർട്ടീവ് ഉണ്ടായിരുന്നു. സെഗോ അത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ അത് വളരെ വ്യക്തമായി പുറത്തേക്ക് വന്ന് ഓപ്പണായിട്ട് പറയണം, എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യം. ഇതൊന്നും ചെയ്യാതെ ഇപ്പം ഈ പ്രഹസനമൊക്കെ കാണിക്കുമ്പം കുറേ PR വെച്ചിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമമുണ്ടല്ലോ, ഒരിക്കലും ആകത്തില്ല. അപ്പം ഈ ചോദിക്കും, ഒരാൾ റിഗ്രറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ നമുക്ക് 1-2 ദിവസമല്ല കേട്ടോ, 100 ദിവസമാണ് ഇയാളുടെ വിക്രിയതകൾ ഞാൻ കണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അക്ബർ. അത്രത്തോളം മ്ലേച്ഛമായിട്ടാണ് അക്ബറിനെ ഫേവർ ചെയ്ത ആൾക്കാർ പോലും നമ്മളെ ആക്രമിച്ചത്. രേവതി, സായി, സൈജോ, ഇവരെയൊക്കെ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ട്
വെച്ചിട്ട് പോവുക മാത്രമല്ല ലിറ്ററലി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായിരുന്നു ഇയാൾക്ക് PR-കളുണ്ട്. PR-കളാൽ നിലനിൽക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി അനുമോളല്ല, അക്ബർ തന്നെയായിരുന്നു എന്ന്. ഇനി ഇയാൾ എന്ത് ഡ്രാമ കാണിച്ചാലും ഇയാളോട് ഒരു ഫേവറും എനിക്ക് തോന്നത്തില്ല എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. എനിക്ക് അത്രത്തോളം പുച്ഛം വെറുപ്പും തോന്നിയിട്ടുള്ള ഒരു വ്യക്തി അക്ബർ തന്നെയാണ്. കാരണം ഒന്നോർത്ത് നോക്ക്, ഇപ്പം രേണുവുമായിട്ട് ശരിയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീയെ സെപ്റ്റ് ടാങ്ക് എന്നൊക്കെ പറയാനും മാത്രമുള്ള ഒരു വളർത്തു ദോഷം അയാൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കുകയാണ്. എത്രമാത്രം മോശമായ ഒരു പ്രവൃത്തിയാണത്. എന്നിട്ട് സോറി പറയുന്നു, പിറകെ പോകുന്നു, പിന്നെയും വിട്ടോ, എന്നാലെങ്കിലും ഒന്ന് അടങ്ങിയോ? ഓരോ വ്യക്തികളെയും, അതായത് ഒരു കുലം മുടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ പാട്ട് പാടി അവഹേളിച്ചൊരു വ്യക്തി, ഓരോരുത്തരെയും എല്ലാവരും അത് എൻജോയ് ചെയ്തു. ബിക്കോസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ആണല്ലോ ഓരോരുത്തർക്ക്. ഇപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ കേസ് പറയാം, ഒരു പബ്ലിക് സദസ്സിൽ നിന്ന് മാസ്റ്റർ ബാറ്റ് ചെയ്യുന്നത് കണക്ക് ആംഗ്യം കാണിച്ചു. ഇത് മറ്റൊരാളാണ് ചെയ്തതെങ്കിൽ പുള്ളിക്കാരൻ അയ്യോ എന്തു ആകുമായിരുന്നു. പക്ഷേ പ്രിവിലേജ്ഡ് ആയ പീപ്പിൾസിന് ഇതൊക്കെ കാണിക്കാം എന്നുള്ളൊരു ടൈമിൽ നമ്മളതൊക്കെ മറക്കാൻ തയ്യാറാകുന്നു, ഫഗീവ് ചെയ്യാൻ തയ്യാറാകുന്നു. അതുപോലൊരു ഫോമാണിത്. ബിന്നിക്കോ അല്ലെങ്കിൽ പോട്ടെ രണ ഫാത്തിമയ്ക്കോ ഇവർക്ക് ആർക്കും തന്നെ അക്ബറുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അക്ബർ ഭയങ്കര സൂപ്പറാണ്. അക്ബർ അതിനകത്ത് ചെയ്ത കാര്യം ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കണ്ട ശേഷം നിങ്ങൾ വീണ്ടും സൂപ്പർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതേസമയം അത്രത്തോളം മ്ലേച്ഛമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട ഈ അക്ബറിനെ തൂക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരു പ്രത്യേകതരം ജനുസുകളുടെ ഇതാണ്. എനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കമൻസ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വാസ്തവത്തിൽ ആ കമൻസ് ഒക്കെ കണ്ടോ അയ്യോ ഇത്ര പാവമായിരുന്നു അക്ബർ എന്ന്. ഒത്തിരി പാവമല്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയണേ, ഈ ഒഴുക്കിന് ഒത്ത് നീന്തുക എന്നൊരു ഇതില്ലേ, ഇപ്പോൾ അവളാണ് സ്റ്റാർ, അനുമോളാണ് സ്റ്റാർ. അതുകൊണ്ട് അനുമോളെ പാവാടയും പൊന്തിച്ചുകൊണ്ട് നടക്കുന്നത്. പാവാട എന്തിനാ പൊന്തിക്കുന്നത്? സ്വന്തം പെണ്ണും പിള്ളയെ പോലെ കെയർ ചെയ്യാത്തവർ തന്നെ പാവാട പൊന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. നാണല്ലേടാ. ഇപ്പോൾ ഇതിന് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അനുമോളുടെ പാവാട താങ്ങിയാണ് പാവാട. ഇപ്പം ആരായി പാവാട താങ്ങുന്ന? അനുമോളുടെ പാവാടയും താങ്ങി നടക്കുന്ന ഒരു പാവാട. അങ്ങനെയാണ് തോന്നിയത്. ഇനിയെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കി, അനുമോൾ കുഴപ്പമാണെന്ന് തന്നെ പറഞ്ഞിട്ട് നിൽക്കി. അതാണ് ശരിക്കും പറഞ്ഞ നിലപാടും വ്യക്തിത്വം. ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തിയെ എല്ലാവരും കൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് എങ്ങോട്ടോ കൊണ്ടുപോകാനുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും കറക്റ്റ് ആ സമയത്ത് ക്യാമറമാൻ അത് കിട്ടിയത് കൊണ്ട് കൊള്ളാം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.